നമസ്കാരം. ആ ശൂന്യത നികത്താൻ ഒരു താത്വിക അവലോകനത്തിനും സാധ്യമല്ല. ഒരു ബഹുമുഖ പ്രതിഭ, മലയാള സിനിമ ഇന്നത്തോളം കണ്ടതിൽ ഏറ്റവും അതുല്യനായിട്ടുള്ള തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ, ഏതൊക്കെ തരത്തിലൊക്കെ വിശേഷിപ്പിക്കാം ശ്രീനിവാസനെ എന്നുള്ളത് ഇനിയും അനിർവചനീയമാണ്. തലമുറകളിലൂടെ അദ്ദേഹത്തെ പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും നമുക്ക് ശ്രീനിവാസനെ അടയാളപ്പെടുത്താൻ കഴിയുക? പരിശോധിക്കുകയാണ്. എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ തന്നെയാണ് ചേരുന്നത്. അവരവരുടെ ശ്രീനിവാസൻ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ആദ്യം തന്നെ ശ്രീ മഞ്ജുഷ് ഗോപാൽ, എങ്ങനെയാണ് മഞ്ജുഷ് ഗോപാൽ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അതിനേക്കാൾ ഉപരി ഇത്രനാൾ സിനിമയെ ആസ്വദിച്ച ശ്രീനിവാസൻ, ഇത്രനാൾ കണ്ട മഞ്ജുഷ് ഏട്ടൻ, എങ്ങനെയാണ് ശ്രീനിവാസനെ ഒറ്റ വാക്കിൽ ഓർത്തെടുക്കുക? ഇതിപ്പോൾ എൽദോ, ഇപ്പോൾ ശ്രീനിവാസൻ എന്ന നടനെ നമ്മൾ ഒരു നടൻ എന്ന രീതിയിലാണ് ഇപ്പോൾ മലയാളികൾ കൂടുതലും അറിയുന്നത്. നടൻ എന്ന ശ്രീനിവാസനെയാണ്. അതിൽ ചിലതൊക്കെ കോമാളി കഥാപാത്രങ്ങളൊക്കെ ആയി പോയിട്ടുണ്ടാകാം. കാരണം അദ്ദേഹം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു പഠന വിഷയമായി ശ്രീനിവാസനെ എടുക്കുകയാണെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയുന്നയാൾ ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ അതുല്യം, എൽദോ പറഞ്ഞ പോലെ അതുല്യം തന്നെയാണ്. അതിൽ ഇപ്പോൾ ഞാൻ സിനിമ കണ്ടു തുടങ്ങിയൊരു കാലം എന്ന് പറയുന്നത് 80കളാണ്. 80കളിൽ ശ്രീനിവാസൻ്റെ ഒരു സജീവമായൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ശ്രീനിവാസൻ്റെ തിരക്കഥകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മലയാളി സമൂഹം എന്തായിരുന്നു, അന്നത്തെ മലയാളി സമൂഹം എന്തായിരുന്നു, അത് അതേപടി എടുത്ത് സിനിമയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ശ്രീനിവാസൻ ചെയ്തത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏത് തിരക്കഥ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടത് ഈ 80കളിൽ മലയാള സിനിമയിൽ ആ കാലഘട്ടത്തെ വരച്ചു കാട്ടുന്ന ഒരു കുറേയേറെ സൃഷ്ടികളാണ്. അതിൽ ഈ തൊഴിലില്ലായ്മ, അന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ വന്നിരുന്ന തൊഴിലില്ലായ്മ ഒരു വലിയ ഘടകമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർക്കുടെ ഒരു അരക്ഷിതാവസ്ഥ, കാരണം ഈ എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, നഷ്ടപ്രണയങ്ങൾ, ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ആ സമയത്ത് വന്നത്. അത് മലയാളികൾ ഏറ്റെടുത്തു. കാരണം ആ സമയത്ത് ഇതെല്ലാം അനുഭവിച്ച ഒരു മലയാളി സമൂഹം അതെല്ലാം ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ്. അതൊരു വളരെ ലൈറ്റ് മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തില്ല, അതിനുവേണ്ടി കേസ് പറഞ്ഞ് ഏതറ്റം വരെയും പോകുമെന്ന് വിചാരിക്കുന്ന ഒരു അന്നത്തെ ഒരു സമൂഹമാണ്. അവരുടെ ഒരു പ്രതിനിധി കൂടിയാണത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നഗരത്തിൽ വന്ന് ആ കഥാപാത്രം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇതെല്ലാം അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച് അതേസമയം അതിനോടൊപ്പം തന്നെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു കഥാപാത്ര സൃഷ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നിന്ന് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ അവിടെയും ഏതാണ്ട് സമാനമാണ്. ആ ഒരു പരിസരം മാത്രമേ മാറുന്നുള്ളൂ, അല്ലാതെ ആ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ വലിയ മാറ്റമുണ്ടാകുന്നില്ല. അവിടെയും ഉണ്ട് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രശ്നം, അതുപോലെ ഒരു സുഹൃത്തിനെ കൈവിടാനും പറ്റില്ല, അതേസമയം അദ്ദേഹത്തെ സഹായിക്കുവാനും പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന കഥാപാത്രം. അതുപോലെ പിന്നീട് ഈ വെള്ളാനകളുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ, അത് പ്രിയദർശനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളാനകളുടെ നാട്ടിൽ വരികയാണെങ്കിൽ അതും അന്നത്തെ കാലത്ത് ഈ സർക്കാർ ഓഫീസുകളിലെ അഴിമതി, അതൊക്കെ ആ നാട്ടിൽ ആ സമയത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെ അതെടുത്ത് കാണിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ആ കഥാപാത്രങ്ങൾ. ഒക്കെ വെള്ളാനകളുടെ നാട്ടിൽ ഒരു കോൺട്രാക്ടറുടെ ജീവിതമാണ് അത്. അദ്ദേഹം അതൊന്നും ഇല്ലേ മഞ്ജുഷ, ഈ വെള്ളാനകളുടെ നാടിൻ്റെ കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു തീം അവതരിപ്പിച്ചപ്പോൾ പ്രിയദർശന് സംശയമായിരുന്നു അത്രേ, ഇതെങ്ങനെ സിനിമയാക്കുന്നത്, കരാറുകാർക്ക് അങ്ങനെ ഒരു ലൈഫൊന്നും വെച്ച് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം സീൻ ഇങ്ങനെ എഴുതി കൊണ്ടുവരുമ്പോൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഈ സിനിമ ഹിറ്റെന്ന് അവരപ്പോൾ തന്നെ ഉറപ്പിച്ചാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പൂർണ്ണമായ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ശ്രീനിവാസൻ അങ്ങനെ ഒരു ഇതുണ്ട്. ശ്രീനിവാസൻ ഒരു കൃത്യമായ സ്ക്രിപ്റ്റുമായിട്ട് സിനിമ തുടങ്ങുന്നയാളല്ല. അപ്പോൾ അതുകൊണ്ട് സംവിധായകന് തന്നെ ടെൻഷനായിരിക്കും. പക്ഷേ ശ്രീനിവാസൻ്റെ ആ ഒരു ശീലം അറിയാവുന്നതുകൊണ്ട് സത്യൻ അങ്ങനെ ഒരു അതിലേക്ക് പോയിട്ടില്ല. സത്യൻ അന്തിക്കാട് തന്നെ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട്, ശ്രീനിവാസൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ ശ്രീനി അവസാന നിമിഷമാണെങ്കിലും സെറ്റിൽ വന്നിരുന്നാലും ഒരു ചിരിയോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി അതെനിക്ക് എഴുതി തരും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശ്രീനിവാസൻ പറഞ്ഞ ഒരു കഥ, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തിരക്കഥ എടുക്കാൻ മറന്നുപോയി, എന്നിട്ട് വിദേശത്തേക്ക് പോയി. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, ഇതുപോലെ ഇൻ്റർനെറ്റൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഈ തിരക്കഥ ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നുള്ള ആശങ്കയായി. പക്ഷേ അത് അവരവിടെ മാനേജ് ചെയ്തു. അങ്ങനെ അതിന് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ എന്നത് അവർ രണ്ടുപേരും അച്ഛനെന്ന നിലയിൽ അത്രയും അഭിമാനം കൊള്ളുന്നതാണ്. അപ്പോൾ ആ മുഹൂർത്തം ഞാൻ ഓർത്ത് പറയുമ്പോൾ ഇന്ന് പോലും അത് സാധ്യമാകുമോ? ഇല്ലേ,
കോപ്പിയൊക്കെ എളുപ്പം എടുപ്പിക്കായിരിക്കും, പക്ഷേ അത് ഒരു നാട്ടിൽ വെച്ചിട്ട് മറ്റൊരു നാട്ടിൽ പോയി ഒരു ഷൂട്ട് അങ്ങനെ നടത്തുക, ആ ചിത്രം വിജയിപ്പിക്കുക എന്നുള്ളത് സാധ്യമാകുമോ? നിങ്ങൾ മൂന്നുപേരും ഈ സിനിമയുടെ തിരക്കഥ ശ്രീനിവാസന്റെ ഒരു രീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. അതായത് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്, തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അപ്പോൾ പ്രിയദർശൻ ഇങ്ങനെ കയറി വരുന്ന സമയമാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം സിനിമയുടെ ഷൂട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവരുടെ കൂടിക്കാഴ്ചയിൽ പ്രിയദർശൻ പറഞ്ഞു, ഒരു സാധനമില്ല, എന്താണത്, തിരക്കഥ. അപ്പോൾ തിരക്കഥ എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ പൊക്കോളാം, അഭിനയിക്കാമെന്നാണ് ശ്രീനിവാസൻ. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നത്, എനിക്ക് വന്ന വഴി അറിയാം തിരികെ പോകാൻ, പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു തിരക്കഥയുടെ നടുക്കടലിലേക്ക് എന്നെ പിടിച്ചു തള്ളിയ ആളുകളാണ് ഈ പ്രിയദർശനും സത്യനന്ദിക്കാട്. ഒരു അവാർഡ് നൈറ്റിലാണ് ശ്രീനിവാസൻ ഇത് പറയുന്നത്. ഈ മലയാള സിനിമയിൽ ഒന്ന് നാടകീയതയുടെ അതിപ്രസരം, രണ്ട് തിരക്കഥയിലേക്ക് സാഹിത്യം കടന്നു വരിക, ഇത് രണ്ടും ശ്രീനിവാസന് ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല സമ്മതിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഭാഷ. ഒരുപക്ഷെ ഈ സിനിമകളൊക്കെ ഇങ്ങനെ വിജയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയാവാം. അത് പ്രത്യേകം പരാമർശിച്ചു പോകേണ്ട സാധനമാണ്. സൈത്ത് പറഞ്ഞതിലേക്ക് ഒരു കാര്യം, അതായത് ഇപ്പോൾ തോപ്പിൽ ഭാസിയുടെ ഒരു കാലഘട്ടം, അവർ ഈ നാടകത്തെ കൂടുതൽ അതിന് ആ രംഗത്ത് നിന്ന് വന്നുകൊണ്ട് ഈ പറഞ്ഞ നാടകീയാംശം ഉണ്ടാകും സ്വാഭാവികമായിട്ട് സിനിമയിൽ വരുമ്പോൾ. പിന്നീട് ഇപ്പോൾ MTയുടെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അവർ ഈ സാഹിത്യത്തിൽ, അവർക്ക് സാഹിത്യമാണ് അവരുടെ ആധാരം, ആ സാഹിത്യാംശം തിരക്കഥയിൽ വരുന്നു. പക്ഷേ ഈ രണ്ട് വരമ്പുകൾക്കും എവിടെ അതിർത്തി ഇടണമെന്ന്, ഒരു അതിർത്തിക്കല്ല് നാട്ടിയാൽ ശ്രീനിവാസനാണ് തിരക്കഥയിൽ എന്ന് വിനോദിന് തോന്നി. തീർച്ചയായിട്ടും. കാരണം എന്തോ പറഞ്ഞതുപോലെ ഇപ്പോൾ മൂലധനം, നമ്മൾ പഴയ സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് ആ സിനിമ. അത് കഴിഞ്ഞിട്ട് ലാൽ സലാം ആകട്ടെ, രക്തസാക്ഷികൾ സിന്ദാബാദ് ആകട്ടെ, അതിനൊക്കെ സിനിമയുടെ മറ്റൊരു രൂപമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു സന്ദേശം, അതിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു ഞാൻ പ്രകാശൻ. അതായത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് അതിന് രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്ന കളികളും അതിൻ്റെ തമാശകളും. ഇപ്പോൾ ഉദയനാണ് താരം, അത് സിനിമയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അത് കുറച്ചുകൂടെ പച്ചയായി കൊണ്ടുവരുന്നു. ആ സമയത്തൊക്കെ സന്ദേശം ഇറങ്ങുന്ന സമയത്തൊക്കെ വലിയ കയ്യടി നേടിയ സിനിമയാണ്. പക്ഷേ കാലം കഴിഞ്ഞ് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായപ്പോൾ ശ്രീനിവാസന് തന്നെ ആ സിനിമയുടെ പേരിൽ വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നു. ഒരു കാലത്ത് ഇടത് സഹയാത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശ്രീനിവാസൻ പിന്നീട് വലതുപക്ഷക്കാരനാകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായി ചിത്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നീട് BJP-കാരനായി മാറുന്നു. അപ്പോഴും ശ്രീനിവാസൻ പറയുന്നില്ല താൻ ഏത് പാർട്ടിയാണെന്ന്, അല്ലെങ്കിൽ അച്ഛൻ ഒരു പാർട്ടി, അമ്മ ഒരു പാർട്ടി, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന്. സന്ദേശത്തിൽ തന്നെ ആ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നുള്ള ഒറ്റ ഡയലോഗിൽ കൂടി ഒരു രാഷ്ട്രീയ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ആളുകളെ പരിഹസിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ പാർട്ടി, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി എന്ത് ചെയ്താലും ഞാൻ അതിനെ അനുകൂലിക്കുമെന്ന് പറയുന്നത്, ഞാൻ അതിൽ നിന്ന് കടുകിട വ്യത്യാസം വരുത്തില്ല എന്ന് പറയുന്ന ആളുകളെ പരിഹസിക്കുകയാണ്. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ശ്രീനിവാസൻ പലപ്പോഴും ഇത്തിരി അതിശോക്തി ഉണ്ടോ എന്ന സംശയം, ഒരു വിമർശന ബുദ്ധിയ പല കേന്ദ്രങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഉയരുന്നുണ്ട്. അപ്പം ശ്രീനിവാസന്റെ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഈ വരവേൽപ്പ് സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇത്തിരി കടന്ന കൈയല്ലേ, എങ്ങനെയുണ്ടോ എന്ന് കണ്ണൂരെ തന്നെ ഏതൊരു നേതാവ് ചോദിച്ചത്രേ. അപ്പോൾ ഇല്ല, ഇതെൻ്റെ സ്റ്റാൻഡാണ്, ഇതിങ്ങനെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ട്രേഡ് യൂണിയൻ. അപ്പം യഥാർത്ഥം ഇപ്പോഴിരുന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ, പറഞ്ഞത് അണുവിട അതിശോക്തി ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എത്ര കറക്റ്റാണ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ. അപ്പോൾ കാലത്തിനപ്പുറം ചിന്തിച്ചതാണോ? അത് പറയുമ്പോഴാണ് ഇപ്പോൾ സന്ദേശത്തിൽ തന്നെ ഒരു സീനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനിവാസന്റെ പാർട്ടി തോറ്റിട്ട് ശ്രീനിവാസൻ ഊണ് കഴിക്കാൻ വരുമ്പോൾ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, എന്നെ നോക്കി ആരും ചിരിക്കരുത്. അതുപോലെയാണ് ഇപ്പോൾ പാരഡി ഗാനം പാടരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് ചില പല കാര്യങ്ങളും ആ അന്നത്തെ കാലഘട്ടത്തിൽ ശ്രീനിവാസൻ ചെയ്തു വെച്ചു. അതുപോലെ തന്നെ സന്ദേശം സിനിമയിലെ മറ്റൊരു ഡയലോഗാണ്, അമ്പലം ഇല്ല ദൈവം ഇല്ല എന്ന് പറയും, പക്ഷെ ആരും കാണാതിരിക്കുമ്പോൾ തല മൂടിയിട്ട് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ പോലും അമ്പലവുമായി ബേസ് ചെയ്ത് നടക്കുന്ന പല പരിപാടികളുടെയും നടത്തിപ്പുകാർ എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് കാണാൻ അറിയുന്നുണ്ട്. അത് അന്നേ തന്നെ സന്ദേശം സിനിമയിലൂടെ ശ്രീനിവാസന് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സന്ദേശം ഇറങ്ങിയ സമയത്തൊന്നും മേഘ ജനിച്ചിട്ട് പോലുമില്ല, പക്ഷെ ഇപ്പോഴും സന്ദേശത്തെ പറ്റി ഇവർ രണ്ടുപേരും, മേഘ, ഹരി, ഇവരൊക്കെ ഒരു പുതിയ ജനറേഷന്റെ ആളുകളാണ്. അപ്പോൾ ഇവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ട സന്ദേശമോ അല്ലെങ്കിൽ അതിനുശേഷം കണ്ട ശ്രീനിവാസൻ തിരക്കഥകളിൽ കണ്ട ഡയലോഗുകളൊക്കെ പക്ഷേ പിന്നീട് നിങ്ങൾ അതിനെ ആസ്വദിച്ചത് വേറെ തരത്തിലാണ്. ഒരുപക്ഷെ ട്രോളുകൾ വഴിയായിരിക്കാം. സിനിമയെ ഗൗരവമായി കാണുന്ന ആളുകൾ എന്ന് മറ്റൊരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമ. അതിനപ്പുറത്തേക്ക് ഇതില്ലാത്ത ഗൗരവത്തോട് സിനിമ കാണാത്ത ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, അവർക്ക് ശ്രീനിവാസൻ കൂടുതൽ ട്രോൾ വഴി പരിചയമുള്ള ശ്രീനിവാസൻ കൂടിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അസഹിഷ്ണുതയൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത്. എനിക്ക്
എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം കണ്ടൊരു ശ്രീനിവാസൻ ഫിലിം എന്നല്ലെങ്കിൽ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴും നമുക്കിതിനകത്ത് വലിയ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മൾ സിനിമ കാണുന്നത്. നമ്മൾ തമാശ ആസ്വദിക്കുക. എന്നാലും ആ പരമദുഷ്ടൻ എനിക്കൊരു തുണ്ട് ഭൂമി ഒന്നില്ല രാമു എന്ന് പറഞ്ഞുകൊണ്ട് പഴം കഴിക്കുന്ന ആ ഒരു ഹ്യൂമറാണ് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ ശ്രീനിവാസൻ സിനിമകളിലെ ഹ്യൂമറാണ്. പിന്നീട് സിനിമ 2007 കഥ പറയുമ്പോൾ റിലീസാണ്. കഥ പറയുമ്പോൾ റിലീസാകുമ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്നില്ല. ഞാനപ്പോൾ 7 വയസ്സേ ഉള്ളൂ, 8 വയസ്സേ ഉള്ളൂ. അപ്പം പിന്നെയും കണക്റ്റ് ആവുന്നില്ല. പിന്നീട് ഇത് റീകോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീടാണ് ഇപ്പോൾ ഈ സിനിമകളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ സാമൂഹിക വിഷയങ്ങളോ എല്ലാം സംസാരിക്കുമ്പോൾ പോലും പിന്നീടാണല്ലോ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ആൻഡ് മോർ ഓവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ട്രോളുകൾ അത് ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു പലർക്കും ക്ലിപ്പിംഗ്സ് ആണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വളരെ രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ ഉണ്ടോ എന്ന് പോലും ഇവർക്ക് പലർക്കും അറിയത്തില്ല. കാരണം ഒരു സിനിമ മുഴുവൻ കണ്ടിട്ടില്ല. ഇവർ മറ്റേ ഇതിൻ്റെ ക്ലിപ്പിംഗ്സ് അല്ലെങ്കിൽ ശ്രീനിവാസൻ ഈ കറുത്ത കരിയൊക്കെ പിടിച്ചുകൊണ്ട് ഇതുപോലത്തെ ക്ലിപ്പിംഗ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഈ സിനിമ മുഴുവനായിട്ട് കാണുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം ഇപ്പോൾ സന്ദേശത്തിൻ്റെ കാര്യം പറയുമ്പോൾ പോലും എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലൈമാക്സിൽ തിലകൻ അവരോട് പറയുന്ന കാര്യമാണ്, എന്നെപ്പോലും അറിയിക്കാതെയാണ് നിനക്ക് അവള് ഭൂമി എഴുതി തന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് അത്രയും നാൾ ഈ രാഘവൻ കാണാതെ നിൽക്കുന്ന ഭാര്യയെ പോലും പക്ഷെ മക്കളാണ് ഏറ്റവും അടുപ്പം. ഇന്ന് അവസാന നിമിഷം അമ്മയോടൊപ്പം ആ മക്കൾ രണ്ടുപേരും ഇല്ല, രാഷ്ട്രീയം കളിച്ചാൽ. പക്ഷെ രാഷ്ട്രീയം കളിക്കുന്നത് നല്ലതാണ്, അത് ചെയ്യേണ്ടവർ ചെയ്യുമ്പോൾ എന്നതും കൂടി തിലകൻ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ആളുകൾ സന്ദേശമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് വളരെ വൈകാരികമായ ഒരു സീനുണ്ട്. അതിനകത്ത് മണ്ണുദയഭാനു എന്ന് പറഞ്ഞ് ആ പേര് തന്നെ വളരെ രസകരമാണ്. കാരണം അന്ന് ശരിയാണ് ഈ സർക്കാർ ഓഫീസിൽ ഏതൊക്കെ ജോലിയാണോ ചെയ്യുന്നത്, ഇപ്പോൾ മൃഗഡോക്ടറെ മൃഗം എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഓഫീസറെ മണ്ണ് എന്താ, അങ്ങനെയാണ് ഉദയഭാനുവിന് ആ പേര് ശ്രീനിവാസൻ കൊടുത്തത്. അത് ഉള്ളതാണ്, അത് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ ഈ മണ്ണുദയഭാനു അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ എങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത് എന്ന്, വീട്ടിൽ പഠിക്കാൻ വശമില്ലാതെ അങ്ങനെ അവസാനം അമ്മ അല്ലേ ഈ ഫീസുമായിട്ട് ഈ കോളേജിൻ്റെ അല്ലേ മുറ്റത്ത് വരും. അപ്പോൾ ഈ ഫീസ് കൊടുക്കാനുള്ള അവസാന ദിവസമാണ്, അത് കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടും ക്ലാസ്സിൽ നിന്ന് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വരുമ്പോൾ ഈ സിദ്ദിഖിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ മണ്ണും ചെളിയൊക്കെ പറ്റിയ ആ തുട്ടുകൾ അല്ലേ, അത് അപ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന അത് സിദ്ദിഖിൻ്റെ ആ കരച്ചിലും എല്ലാം കൂടെ. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഈ രാഷ്ട്രീയവും തമാശയും എല്ലാം പറയുന്നതിനിടയ്ക്ക് വൈകാരികമായ ഒരു ഡയലോഗ് അതിനകത്ത് എഴുതി വെക്കുക എന്നുള്ളത് അത് ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്യണേ. ഞാൻ കഥ പറയുമ്പോഴും കൂടെ പറയുന്നതുകൊണ്ട് അതിനകത്ത് ശ്രീനിവാസിന്റെ 3 മക്കളിൽ മൂത്ത കുട്ടിയെ പരീക്ഷ പോലും എഴുതാൻ സമ്മതിക്കാതെ വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആടിനെ കൊണ്ട് പഠിപ്പിക്കാൻ ചോദിക്കുമ്പോൾ KPSC ചോദിക്കും. അപ്പോൾ ഞാൻ ആടിനെ കൊണ്ടുവരാൻ സിസ്റ്റർ പറഞ്ഞ ആട് കേൾക്കും എന്ന് പറയുന്ന ശ്രീനിവാസന്റെ ഡയലോഗുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അതിനകത്ത് മറ്റൊരു തമാശ കൂടെ പറഞ്ഞിട്ടുണ്ട്. മോളോട് അത് പറയും, മോള് അച്ഛനോട് പറയുകയാണ് കൃത്യമായിട്ട് ഫീസ് കൊടുക്കാൻ പറ്റുന്ന ഫീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് ജനിച്ചാൽ മതി അച്ഛന്ന് പറയുന്ന ഒരു ഡയലോഗും കൂടി ഉണ്ട്. അപ്പം ഇതെല്ലാം ഇത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. അതായത് ആ കുടുംബത്തിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ തന്റെ മകൾ +2 പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് അണ്ടർലൈങ് ആയിട്ടൊരു കോർ ഫാക്ടർ ഉണ്ട് അത് നിൽക്കുന്നത്. നമ്മുടെ ഈ സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ പല സിനിമകളും അന്ന് ഒരു കാലത്ത് നമ്മളേറെ ആസ്വദിച്ച, നമ്മൾ കണ്ട, വിലയിരുത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രസക്തി നമുക്ക് നഷ്ടപ്പെട്ടതായി തോന്നാം. ഇപ്പോൾ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് യോജിച്ച സിനിമയല്ല അത്. അന്ന് കണ്ട് ചിരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അന്നത്തെ ആസ്വാദനത്തിന് ചേർന്ന സിനിമ. പക്ഷേ ശ്രീനിവാസൻ സിനിമകൾ എടുത്താൽ അതേ പ്രസക്തി ഇന്നും നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സത്യനന്ദിക്കാട് പറഞ്ഞു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നമ്മളുടെ സിനിമയ്ക്ക് പ്രസക്തിയുണ്ട് എന്ന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോലും ശ്രീനിവാസനെ വിളിച്ച് അറിയിച്ചു. എന്ന് വെച്ചാൽ 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ പ്രസക്തി മാറിയിട്ടില്ല. അത് മാത്രമല്ല, അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന വേറൊരു സിനിമ പഞ്ചവടി പാലം. അത് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കഥയാണ്. പക്ഷേ ശ്രീനിവാസിൻ്റെ കഥാപാത്രം വളരെ തന്മയത്വമായി അദ്ദേഹം അവതരിപ്പിച്ചതാണ്. നമ്മൾ രേണുക പറഞ്ഞതുപോലെ പാലാരിവട്ടം പാലമാകട്ടെ, ഇപ്പോൾ ഗർഡർ തകർന്നു വീഴുന്ന ആലപ്പുഴയാകട്ടെ, ദേശീയപാത നിർമ്മിക്കുമ്പോൾ അങ്ങ് പല സ്ഥലങ്ങളിലായി ഇത് തകർന്നു വീഴുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ വാർത്താമുറിയിലിരിക്കുമ്പോൾ പഞ്ചവടി പാലവും ശ്രീനിവാസന്റെ മുഖവുമാണ് ആദ്യം വരുന്നത്. അതായത് കാലാതീതമായി നിൽക്കുന്ന അഭിനേതാവിനെയാണ് അവിടെ പഞ്ചവടി പാലത്തിലുള്ളത്. നമ്മൾ ഇത്രയും നേരം വളരെ ഗൗരവത്തിൽ ശ്രീനിവാസന്റെ തിരക്കഥകളെ പറ്റി, ഒരു കൂസലില്ലായ്മയോടുകൂടി സംസാരിച്ച തിരക്കഥാകൃത്തിനെ പറ്റിയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ചിന്തകളെ പറ്റി. ഇനി അപ്പുറത്തേക്ക് അദ്ദേഹം നടനെ പറ്റി നമുക്ക് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു തരത്തിനും ആകാര വടിവില്ലാത്ത, ഒരു സ്ക്രീനിന് ചേരാത്തത് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു നടനാണ്. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൽ എനിക്ക് ഇഷ്ടം തോന്നിയ സാധനമാണ് അപ്പക്കാള. അത് ഭയങ്കര കൊമേഴ്സ്യൽ ഫിലിം ആണെങ്കിൽ പോലും ആ അപ്പക്കാള എന്ന് പറയുന്നത് തേന്മാങ്കുമ്പത്തിലെ ബ്രില്യൻ്റ് ആണ്. അതുപോലെയാണ് ഉദയനാട് തരത്തിൽ സരോജ് കുമാർ ഓവർ ആക്ടിങ്ങിന്റെ അങ്ങേയറ്റാണ്. ആ ഓവർ ആക്ടിങ് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തിയ നാടനാണ് മറുവത്തൂർക്കാണ്. അപ്പോൾ ശ്രീനിവാസന്റെ സ്വന്തം സിനിമകളിലെ കഥാപാത്രങ്ങളും അതിൽ ഏറ്റവും മികച്ചത് വടക്കു നോക്കിയന്ത്രം തന്നെയാണ്. വടക്കു നോക്കിയന്ത്രവും
ചിന്താവിഷ്ടയായ ശ്യാമളയും അത് അദ്ദേഹം തന്നെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. അതിൽ ഈ സ്വയം കളിയാക്കുന്നു, സ്വയം വിമർശിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക്, കാരണം ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്, അവർ ഈ ഇപ്പോൾ പൊക്കയില്ലായ്മ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് കൊണ്ട് നടക്കുന്നു. എനിക്ക് നിറം കുറച്ച് കുറവാണ്, മറ്റേ ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ വെളുക്കുമോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അന്നെല്ലാവരും ഫെയർ ആൻഡ് ലവ്ലി തേച്ച് നടക്കുന്ന ഒരു സമയമാണ് അതിൽ വെളുക്കുന്നതിന് വേണ്ടി. അതെല്ലാം അദ്ദേഹം സ്വയം ആവാഹിക്കുകയാണ്. അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഈ മറ്റേ കപടഭക്തി, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആ ന്യൂനതകളെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രജനീകാന്തിനെ ഉപമിക്കുന്ന ഒരു സീനുണ്ട് ഉദയനാണ് തരത്തിൽ. ഈ അതിലും ആക്ടറാവാൻ വേണ്ടി കൊതിച്ചു വരുന്ന ശ്രീനിവാസനാണ് തെങ്ങുമൂട്ടിൽ രാജപ്പൻ. അപ്പോൾ രജനീകാന്തിന്റെ ഒരു പടം കണ്ടിട്ട് പറയുകയാണ്, കറുത്തിട്ടാണ്, കാര്യമായ ഉയരമില്ല, പക്ഷേ സൂപ്പർ സ്റ്റാറാണ്, എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ശ്രീനിവാസനാണ് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ക്രിപ്റ്റിംഗ്, അത് ദാമോദര മാഷും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ എങ്ങനെയാണ് രീതി. അപ്പോൾ അതിൽ അവർ സംസാരിക്കുന്നത്, ഒരു കാര്യമുണ്ടായാൽ ഒരാളെ കൊല്ലുന്നു, അതിന് കാരണമെന്ത്, പിന്നെ ആ ആളെവിടെ പോയി, കൊന്ന ആൾ പ്രതി എങ്ങോട്ട് ഓടുന്നു, അയാളെ ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ ആളുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ അതിന് ലോജിക്ക് വേണം. ഈ ലോജിക്കില്ലായ്മയാണ് പലപ്പോഴും സിനിമകളെ ഇല്ലാതാക്കുന്നതും പ്രേക്ഷകരെ ഭ്രാന്തടിപ്പിക്കുന്നതും. ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോജിക്കിന്റെ കാര്യമാണ്. അത് ശ്രീനിവാസൻ സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഫാന്റസി ഇപ്പോൾ DPEP ആക്ഷേപിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആക്ഷേപിക്കുന്നതല്ല, അതിനെ ഒന്ന് വിമർശനാത്മകമായി കാണുന്ന ഒരു സിനിമയാണ് ഇംഗ്ലീഷ് മീഡിയം. കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാവിൻ്റെ മുകളിൽ അധ്യാപകൻ കയറുന്നതും അധ്യാപകൻ വീണ് കൈയൊടിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയൊക്കെ ആ സീനൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തുന്ന രീതി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. ഇംഗ്ലീഷ് മീഡിയം സിനിമയുടെ അവസാനം പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മതി എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും സർക്കാർ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട യാഥാർത്ഥ്യത്തിലേക്ക് പോയി എന്നതാണ്. അതാണ് റിയലിസ്റ്റ് അഭിനേതാവ് എന്ന കാര്യം പറയുമ്പോൾ ശ്രീനിവാസൻ പലതിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ, കോമാളി വേഷങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ശ്രീനിവാസൻ. അദ്ദേഹം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ രീതിയിലേക്കുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ പ്രിയദർശൻ സിനിമകളിലെ സ്ഥിരം കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ മറക്കാതെ ചിദംബരം പോലെയുള്ള സിനിമകളിൽ വലിയ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഇവിടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അത് നമ്മൾ ഈ മരുതായാലും അപ്പക്കാളയായാലും ഒക്കെ എക്സ്ട്രീമായിട്ട് ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ച കഥാപാത്രങ്ങളുണ്ട്. അതേസമയം അല്ലാതെ സീരിയസ് ആയിട്ടുള്ള മഴയത്ത് മുംബൈയിലേക്ക് പോലത്തെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് നല്ല പക്വതയാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം നിരവധിയായി ചെയ്തിട്ടുണ്ട്. തട്ടാൻ ഭാസ്കരൻ, അത് അങ്ങനെ ഒരു നായക കഥാപാത്രം അല്ലേ, അവസാനം കാമുകിക്ക് സ്വർണം പൊതിഞ്ഞ ഇത് കൊടുത്ത് അവസാനം വിജയം വരിക്കുന്ന അങ്ങനെ ഒരു നായകനൊക്കെ നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെ വരുന്നത് ശ്രീനിവാസനിലൂടെയാണ്. അപ്പോൾ പലതരത്തിൽ എന്ന് വെച്ചാൽ ഒരേപോലെ തന്നെ ഈ അങ്ങേയറ്റത്തെ ഹാസ്യവും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വേഷവും നായക വേഷവും ഒക്കെ ചെയ്യാൻ പറ്റും. വിജയനെ പോലെ തൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കുട്ടികളുടെയും ഭാര്യയുടെയും ഒരു ഉത്തരവാദിത്വം ചെയ്യാത്ത ഒരു നായകനെയും വളരെ ഫലപ്രദമായി കേരളത്തിൽ നമ്മളെടുത്താൽ എത്രയോ കുടുംബങ്ങളിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ സൈത്ത് പറഞ്ഞതുപോലെ ഒരു കാര്യം ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും ശ്രീനിവാസന്റെ കുടുംബവുമായും വ്യക്തിപരമായ അടുപ്പമുണ്ട്. കാരണം ശ്രീനിവാസന്റെ പിതാവ് കളരിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അത് അവരുടെ ചില അഭിമുഖങ്ങളിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം മഞ്ജുഷേട്ടൻ പറഞ്ഞതുപോലെ ചില ഈ സ്ക്രിപ്റ്റിങ്ങിലുള്ള ചില കാര്യങ്ങൾ KG പൊതുവാൾ അപ്പോൾ ശ്രദ്ധിക്കുക ചോദിക്കും, ആരാണ് അയാൾ, ഞാനാണ് അയാൾ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഡയലോഗല്ലേ, ഒരു പ്രയോഗത്തിൽ മാത്രം നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന കരിക്കിടാൻ തെങ്ങിക്കയറുമ്പോൾ പിറകെ ആൾ കയറുന്ന അത്തരത്തിലുള്ള കോമഡികൾ. ഒരു പക്ഷേ അതൊരു ഞാണിന്മേ കളിയാണ്. ഒരു പൊടി മാറിക്കഴിഞ്ഞാൽ ആ കോമഡി നശിച്ചു പോകും. അതുപോലൊരു ദുരന്തം ലോകത്ത് വേറെയില്ല. കോമഡി നശിക്കുന്നത് പോലെ ഒരു ദുരന്തം. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ഞങ്ങളൊക്കെ ഇത്തിരി കുട്ടിക്കാലത്തു നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള തമാശകൾ ഈ പ്രിയദർശനുമായി ചേർന്ന് ചെയ്യുന്ന ആ സമയത്തുള്ള കുറേയധികം സിനിമകൾ, ഓടരുതമ്മ ആളറിയാമതിലൊക്കെയുള്ള ഷൂട്ട് നടക്കുന്നു, അപ്പോൾ എഴുതുന്നു, അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. മനുഷ്യരുടെ ഒരു മിനിറ്റ്, അതായത് ജഗദീഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 98 സീനുള്ള ഒരു സിനിമ നിങ്ങൾക്ക് 97ാമത്തെ സീനിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ അത് എഴുതി. ലോകത്തൊരു തിരക്കഥാകൃത്തും അങ്ങനെ എഴുതില്ല എന്നുള്ളത് ജഗദീഷ് പറയുന്നത്. ജഗദീഷ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് ഫസ്റ്റ് സീൻ പോലും എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെനൾട്ടിമേറ്റ് സീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി തരുന്ന ഒരു നടനാണ്. അതും
ഈ ജനറേറ്ററിന്റെ ശബ്ദം കേട്ടാലേ ശ്രീനിവാസൻ എഴുതാൻ പറ്റുള്ളൂ എന്നൊരു സംസാരം അവിടെ ഉണ്ട്. അത് സെറ്റ് വെച്ചിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ സീൻ പേപ്പർ എങ്ങനെയാണെന്നുള്ളത് എഴുതി തരാന്നുള്ള പരിപാടി കൂടി ഉണ്ട്. മറ്റൊരു കാര്യം കൂടെ ശ്രീനിവാസന്റെ ഒരു നിഷ്ഠയെക്കുറിച്ച് കൂടെ പറയണം. കാരണം പുള്ളി മിക്കവാറും അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ആ പടം കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റൊരു സിനിമയിലേക്കൊക്കെ പോകും. ഈ നിർമ്മാതാക്കളെ കൂടുതൽ കുഴപ്പിക്കുന്ന താരമായിരുന്നില്ല ശ്രീനിവാസൻ എന്നുള്ള ഒരു കാരണം. അത് പറയാൻ ശ്രീനിവാസൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ജഗദീഷ് ശ്രീകുമാറിന് വേണ്ടി ഈ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ശ്രീനിവാസൻ ഒരു സെറ്റിൽ കാണുകയാണ്. കാരണം 2 സിനിമയുടെ ആളുകൾ വന്നിട്ട് 3ാമത്തെ സിനിമയുടെ സെറ്റിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ജഗതി ഇങ്ങനെ ഒരു വാതിലിൽ ചാരി നിൽക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പിടിവലി പുറത്ത് നടക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഈ ഒരേ സമയം 2-3 സിനിമയിൽ നിന്ന് അഡ്വാൻസ് മേടിക്കുന്നത്? അപ്പോൾ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞത്, ഇതാണ് അനിയ സമയം, ഇപ്പോൾ വാങ്ങിയാൽ വാങ്ങി, ഇതാണ് നമ്മുടെ ഒരു സമയം. കാരണം പക്ഷേ ജഗതി ഈ 3 സിനിമയും ഏതെങ്കിലും തരത്തിൽ അഭിനയിച്ച് തീർക്കും, ചെയ്തു തീർക്കും. രാത്രിയും പകലും ഇല്ലാതെ അദ്ദേഹം ഓടി സിനിമ തീർക്കും. പക്ഷേ ശ്രീനിവാസന് അത്ഭുതമായിരുന്നു ജഗതി എന്ന് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, ലൊക്കേഷനിലെയും വണ്ടികൾ വന്ന് ഏത് വണ്ടി പിടിച്ചോണ്ട് പോകുന്ന ആ സെറ്റിലോട്ട് പോകും, പിന്നെ വണ്ടികൾ പിന്നാലെ ആ സെറ്റിലേക്ക് പോകണം. അതായിരുന്നു റൊട്ടീൻ. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ തലമുറയിൽ പെട്ട ഒരാൾക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 3 പതിറ്റാണ്ടുകൾ ചെയ്ത സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫെയിലിയർ നോർമലൈസേഷൻ എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്ത സിനിമകളിൽ അദ്ദേഹം നടനായിരിക്കും, പക്ഷെ ആ നടൻ തെറ്റുകൾ ചെയ്യും, പരാജയപ്പെടും, തളർന്നു പോകും. എന്നാലും കുട്ടികളെ കാണുമ്പോൾ അദ്ദേഹം നടനാണ്, ആ സിനിമയിൽ അദ്ദേഹം നടനാണ്, പക്ഷേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യങ്ങളിൽ പോലും ആത്മഹത്യയൊക്കെ ചെയ്യുന്ന പ്രവണതയുള്ള ഇന്നത്തെ പിള്ളേർക്ക് എത്ര ഫെയിലിയർ വന്നാലും അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സിനിമകളാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാള സിനിമയുടെ കുഞ്ചൻ നമ്പ്യാർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നടനാണ് അദ്ദേഹം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എഴുത്തുകാർ ദീർഘവീക്ഷണം ഉള്ള ആളുകളാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ പറഞ്ഞ ഈ സന്ദേശമായിക്കോട്ടെ, പല സിനിമകളും ഇപ്പോഴും കാണുമ്പോൾ പിള്ളേർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് പണ്ട് കാലത്ത് തന്നെ ശ്രീനേട്ടൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ടൊന്നും നമുക്കറിയത്തില്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടുകൂടി സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോഴും ഈ സ്ത്രീ വിഷയങ്ങളെ ആയിക്കോട്ടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി ഒരു എന്താ പറയുക, ഒരു ഗ്ലാമർ ആയിട്ടുള്ള ഒരു സ്ത്രീകളെ അങ്ങനെ കാണിക്കണം, അങ്ങനെ ഒരു ഒബ്ജക്റ്റായി കാണിക്കണം എന്നുള്ളതല്ലാതെ അവർ സ്ത്രീ ശക്തികളെയും അതുപോലെ തന്നെ അവരുടെ സ്ത്രീകളെ എങ്ങനെ ആയിരിക്കണം എന്ന്, അതായത് അവരെ നെഗറ്റീവായിട്ട് മാത്രമല്ല കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിൽക്കാതെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ട് ശ്രീനേട്ടന് തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് റിക്കവറായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനി എൻ്റെ മുഴുവൻ ചിലവും എന്നെ രക്ഷിച്ച ഡോക്ടർ നോക്കണം. കാരണം എനിക്ക് എന്നെ കുഴപ്പത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു മാതാപിതാക്കളാണ് കുഞ്ഞിനെ നോക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു പുതിയ ജന്മം കിട്ടിയതാണ്. അതുകൊണ്ട് ഡോക്ടർ ഇനി എൻ്റെ മുഴുവൻ ഒരു കാര്യം കൂടി, ഒരു ഇന്റർവ്യൂവിൽ അല്ല ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിനൊപ്പം സത്യനന്ദിക്കാട് പറഞ്ഞു ശ്രീനിവാസനെ പുകഴ്ത്തണമെങ്കിൽ അതുകൂടി കരുതിയിട്ട് വേണം. കാരണം പുകഴ്ത്തുന്നവരെ പോലും ചിലപ്പോൾ അടിച്ചിരുത്തിക്കളയും. ഒരു സ്ത്രീ വന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ 10 തവണ കണ്ടു എന്ന് പറഞ്ഞു. അത്ര പറഞ്ഞു, എന്താ 9 തവണ കണ്ടിട്ട് മനസ്സിലാകാഞ്ഞിട്ടാണ് 10ാമതും കണ്ടേന്ന് ചോദിച്ചു. അവർക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. കോമഡി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും സ്ക്രിപ്റ്റ് റൈറ്റിംഗിലും അദ്ദേഹം വൈകുന്നത്, അല്ലെ അവസാനം എഴുതി കൊടുത്താൽ മതി എന്നുള്ള കാര്യത്തിലേക്ക് അദ്ദേഹം വരികയാണ്. പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ അപകർഷതാ ബോധം അദ്ദേഹത്തിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ലേ, അല്ലെ തുടക്ക സമയത്തെങ്കിലും അത് ബാധിച്ചിട്ടുണ്ടാവുകയില്ലേ? കാരണം ഈ മലയാള സിനിമ എന്ന് പറയുമ്പോൾ സുന്ദരന്മാരുടെ ആധിപത്യമുള്ള ഒരു സിനിമയായിരുന്ന ഒരു സമയത്ത് ഇല്ല, തിരക്കഥ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് താല്പര്യം അഭിനയം എന്നുള്ളതായിരുന്നു. അതെ, അഭിനയിക്കാൻ വേണ്ടി. പ്രിയദർശൻ പറഞ്ഞു അഭിനയിപ്പിക്കണമെങ്കിൽ തിരക്കഥ എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് വന്ന് വീഴുകയായിരുന്നല്ലോ. അപ്പോൾ അഭിനയമായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ അദ്ദേഹത്തിന് അപകർഷതാ ബോധം എനിക്ക് തോന്നുന്നു ഫീലിംഗ് ഉണ്ടായി എന്നാണ് എൻ്റെ തോന്നുന്നത്. ആ ഫീലിംഗിൽ നിന്നാവാം അതിനെ മറികടക്കാൻ മറുപടി എന്നോണം ഇത് ഉപയോഗിക്കപ്പെടും കഥാപാത്രങ്ങളിലൂടെ. കാരണം പൊക്കമില്ലായ്മ, നിറം കുറവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു നടനായകൻ വരുന്ന ആള് ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ പിന്തള്ളപ്പെട്ടിട്ടുണ്ടാവാം, അത്ര അനുഭവങ്ങളും ഉണ്ടാവാം. അതിൽ നിന്നുണ്ടായ ഒരു മറുപടിയാവാം പിന്നീട് കണ്ടത്. പക്ഷെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അത് പൂർത്തിയാക്കി കൊടുക്കാൻ, പൂർണ്ണതയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള അഭിനേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അല്ലെ? ഇപ്പോൾ ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കരമന ജനാർദ്ദനൻ നായർ, മീന, ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള അഭിനയ പ്രതിഭകൾ തന്നെ ഉള്ളപ്പോൾ അവരൊന്നും ഈ ആകാര സൗന്ദര്യമുള്ള ആളുകളോ അങ്ങനെ ഭയങ്കര അന്നത്തെ ഒരു സൗന്ദര്യ സങ്കല്പപ്പെട്ടവരല്ല. ഒരു അപകർഷത ശ്രീനിവാസൻ ഉണ്ടായെങ്കിൽ ആ അപകർഷതയോട് നമ്മളെല്ലാം നന്ദി പറയണം. കാരണം അദ്ദേഹത്തെ സംഭാവന
ഇപ്പോൾ നമ്മൾ ഇതിലേറെ കൂടുതൽ സമയവും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നൽകിയ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗാന്ധിജി ഉൾപ്പെടെ കുറേ അധികം പ്രശസ്തരായ മനുഷ്യർ, കുറേ അധികം രാഷ്ട്രീയ പാർട്ടികൾ, സംവിധാനങ്ങൾ, ഇവരൊന്നും പറഞ്ഞ സന്ദേശം പോരാഞ്ഞിട്ട് എൻ്റെ സിനിമ കണ്ട് ആരെങ്കിലും നന്നാവുമെന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ സിനിമ എടുത്തിട്ടുള്ളത്. ഇത് കണ്ട് ആര് നന്നാവാനെന്നാണ്. പക്ഷേ പല വിധത്തിൽ ഇത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും സാധാരണക്കാരിലേക്ക് വരെ ഇറങ്ങുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമയിലൂടെ അദ്ദേഹം നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ അത് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ടാകും, ഇനിയും സ്വാധീനിച്ചു കൊണ്ടും ഇരിക്കും. ഉറപ്പായും ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയെ എത്ര സംസാരിച്ചാലും പറഞ്ഞു തീരില്ല എന്നുറപ്പാണ്. അദ്ദേഹം അവിടെ നാട്ടിവെച്ച ഒരു തലപ്പൊക്കമുണ്ട്. ആ തലപ്പൊക്കം എന്നും ഏതൊരു ഉയരത്തിനും കീഴടക്കാൻ പറ്റാത്ത രീതിയിൽ മലയാള സിനിമയിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണല്ലോ പതിറ്റാണ്ടുകൾക്കിപ്പുറം അന്ന് അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടിയും വലിയ സന്ദേശമായും നിലനിൽക്കുന്നത്. ശ്രീനിവാസനെ പറ്റി പറഞ്ഞു തീരുന്നില്ല, പക്ഷേ അവസാനിപ്പിക്കേണ്ടി വരുന്നു. നമസ്കാരം.